KSEBയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഗുരുതര പ്രതിസന്ധി. 35,917 ജീവനക്കാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 26,488 പേർ മാത്രമെന്ന് വിവരാവകാശ രേഖ. 10,000-ലധികം തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, KSEBയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയരുന്നതാണ്. ഇപ്പോൾ അതൊരു വലിയ ഗുരുതര പ്രതിസന്ധിയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെയാണോ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? വിവരാവകാശ രേഖകൾ കാണിക്കുന്ന കണക്കുകൾ എപ്രകാരമാണ്? രോഹിണി, KSEBയിലെ പ്രതിസന്ധി വളരെ ഗുരുതരമായി തന്നെ നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം, ഈ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നത് അടക്കമുള്ള പരാതി വ്യാപകമായി നേരത്തെ തന്നെയുണ്ട്. എന്നാൽ അതിൽ കൃത്യമായൊരു നിയമനം നടത്തുവാൻ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് സമീപനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഈ അടുത്ത സമയത്ത് തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളടക്കം നമുക്കൊന്ന് ഓർത്തെടുത്താൽ തന്നെ അത് മനസ്സിലാകും. കാരണം കൊല്ലം തേവലക്കരയിലെ വിഷയമാണെങ്കിൽ പോലും, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പനവൂരുണ്ടായ വിഷയമായാൽ പോലും, ഈ വൈദ്യുതി മരണമായാൽ പോലും, കോഴിക്കോട് ഉണ്ടായതായാലും ശരി, ഇങ്ങനെ ഇത്തരത്തിൽ അപകട മരണങ്ങളടക്കം നിരന്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, ഇതെല്ലാം ഈ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലങ്ങളിലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതായത് അധിക സമയം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ, ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ പരാതിയും പരിഭവവും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ സംസ്ഥാനത്തുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ളൊരു വിവരാവകാശ രേഖ കൂടി നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ KSEBയിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് എന്നാണ് ഈ വിവരാവകാശ രേഖ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീഫ് എഞ്ചിനീയറുടെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള വിവരാവകാശ രേഖയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. അതിലാണ് ഇത്തരത്തിൽ ഈ നിലവിലെ ജീവനക്കാരുടെ എണ്ണം പറയുന്നത്. 26,488 ജീവനക്കാർ മാത്രമാണ് സംസ്ഥാനത്തെ KSEBയിൽ ജോലി ചെയ്യുന്നത്. ആവശ്യമായ, അതായത് നിലവിലെ ഒരു പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായത് 35,917 ജീവനക്കാരാണ്. അപ്പോൾ 35,917 ജീവനക്കാർ വേണ്ട ഈ സ്ഥലത്താണ് 26,488 ജീവനക്കാർ ജോലി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് 10,000-ലധികം ജീവനക്കാരുടെ കുറവ് ഈ KSEBയിലുണ്ട്. അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉയർത്തുകയും ജീവനക്കാരുടെ ജോലിയിൽ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വിവിധ തസ്തികകളാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് ഇതുവരെ പൂർത്തിയാക്കാൻ PSCക്ക് വിട്ടോ അല്ലാതെ പൂർത്തിയാക്കാൻ കഴിയുന്നുമില്ല. വിവരാവകാശ രേഖയിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇത് പൂർണ്ണമായും പെർമനൻ്റായിട്ട്, അതായത് പെർമനൻ്റായിട്ട് എടുക്കുന്ന തസ്തികകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ ഇടത്ത് ആരെയും നിയമിക്കാറില്ല, അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താറുമില്ല എന്നും വിവരാവകാശ രേഖയിൽ പറയുകയും ചെയ്യുന്നു. അപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ നടത്താതെ പൂർണ്ണമായും പെർമനൻ്റായിട്ട് നടത്തേണ്ട തസ്തികകൾ പൂരിപ്പിക്കേണ്ടടുത്ത്, അല്ലെങ്കിൽ പൂർണ്ണമാക്കേണ്ടടുത്ത് അത് പൂർത്തിയാക്കാതെ 10,000-ലധികം വേക്കൻസികൾ ഇങ്ങനെ പൂർത്തിയാക്കാതെ ഇടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഗൗരവത്തോട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, KSEB പോലൊരു സംവിധാനം അങ്ങനെ ഇടാൻ പാടുള്ളതല്ല. 24 മണിക്കൂറും ജനങ്ങൾക്ക് സേവനം നൽകുന്നൊരു സംവിധാനമാണ് KSEB. ആ KSEBയിൽ ഒരാൾ ഇല്ലെങ്കിൽ പോലും ഉണ്ടാകുന്ന, നമുക്കറിയാം, പ്രാദേശിക തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പ്രാദേശിക തലത്തിലെല്ലാം ഇത്തരത്തിൽ വൈദ്യുതി പ്രശ്നങ്ങൾ നേരിടുമ്പോഴും, വൈദ്യുതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നേരിടുമ്പോഴെല്ലാം ഓടിയെത്തേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം, ആ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് വലിയ രീതിയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിരിക്കെ ഉദ്യോഗസ്ഥരുടെ ഈ അലംഭാവം, അല്ലെങ്കിൽ അധികൃതരുടെ അലംഭാവമാണ് ഇത്തരത്തിൽ 10,000-കണക്കിന് വേക്കൻസികൾ ഒഴിഞ്ഞുകിടക്കാനുള്ള ഒരു കാരണമായി കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് KSEB ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇനി സാമ്പത്തിക പ്രതിസന്ധിയാണോ, മറ്റെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കേണ്ടത് ഈ അധികൃതരാണ്. ആ അധികൃതർ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നിലവിൽ അത്തരത്തിലൊരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വളരെയേറെ ഗൗരവത്തോടു കൂടി കാണുകയാണ്. അടിക്കടിക്ക്, അതായത് തുടരെ KSEB സംബന്ധമായിട്ടുള്ള വൈദ്യുതി മരണങ്ങൾ അടക്കമുണ്ടാക്കുന്നു. വൈദ്യുതി ലൈൻ പൊട്ടി വീണുകൊണ്ട് ആളുകൾ മരിക്കുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെത്തുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സംഭവങ്ങൾ KSEBയുമായി ബന്ധപ്പെട്ട വൈദ്യുതി തടസ്സം നേരിട്ടുകൊണ്ടുണ്ടാകുന്ന വലിയ രീതിയിലുള്ള അനാസ്ഥ KSEBിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും KSEBയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 35,917 ജീവനക്കാർ വേണ്ടിടത്ത് നിലവിലുള്ളത് വെറും 26,488 പേർ മാത്രം എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. 10,000-ലധികം തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.